ഈ കാണുന്ന പൊതിയുണ്ടല്ലോ, ഈ പൊതിയിലൂടെ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്കാട്ടെ. വേറെ ഒന്നുമില്ല, നല്ല മഴയായിരുന്നു ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ. അപ്പോൾ ഞാൻ പൊതിഞ്ഞ് കിട്ടിയിട്ടാണ് കേക്ക് കൊണ്ടുപോയത്. ഈ കേക്ക് നമുക്ക് സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഉണ്ടാവില്ലേ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തൊട്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു കസ്റ്റമറാണ് ഇത്. എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. അവളുടെ അച്ഛൻ്റെ ബർത്ത്ഡേക്കാണ് എനിക്ക് ഈ കേക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ വട്ടവും ഓരോ ഡിസൈൻ കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് കേക്കിൻ്റെ ഓർഡറായിട്ട് വരാറ്. ഈ പ്രാവശ്യം ആൾ പറഞ്ഞു ഡിസൈനൊക്കെ നീ തന്നെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഡിസൈനൊന്നും കൺഫ്യൂഷനായിട്ട് ആദ്യത്തെ ഡിസൈൻ നമുക്ക് ഇങ്ങനെ മാറ്റേണ്ടി വന്നു. ഇൻട്രസ്റ്റ് ഒന്നും നോക്കാൻ നിന്നില്ല, നമ്മൾ സ്വയമേ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം എന്താ ഇതുപോലത്തെ ഡിസൈനിങ് ഞാൻ മിക്ക സമയങ്ങളിൽ നമുക്ക് കേക്കിൻ്റെ ഓർഡർ ഓരോ ഫോട്ടോസ് നോക്കി അതുപോലെ ചെയ്യലായിരുന്നു. ഇത് നമുക്ക് സ്വയമേ വിട്ടുന്ന ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കേക്കിൽ ചെയ്യാന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഡിസൈനിലേക്ക് എത്തിയത്. കേക്കിൻ്റെ മുകളിൽ റെഡ് ലവ് മാത്രമാകുമ്പോൾ എന്തോ ഒരു അപാകത എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വൈറ്റ് ഹെയർസും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഇങ്ങനത്തെ ഒരു ഡിസൈനിലേക്കാണ് നമ്മൾ എത്തിയത്. പിന്നെ ആൾ പറഞ്ഞ റേറ്റിംഗ് ഒക്കെ എഴുതി കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കസ്റ്റമർക്ക് ഒരു പ്രത്യേകത കൊണ്ടുണ്ട്, എല്ലാ പ്രാവശ്യം നമ്മുടെ നിന്ന് ഓർഡർ ചെയ്യാൻ മാത്രമല്ല, എല്ലാ പ്രാവശ്യം കേക്ക് കഴിച്ചിട്ട് കേക്കിൻ്റെ അഭിപ്രായം കൂടി ആളെപ്പോഴും പറയാറുണ്ട് കേട്ടോ. പിന്നെ ആളയച്ചെന്ന കേക്ക് കട്ടിങ്ങിൻ്റെ ക്ലിപ്പും ആളുടെ ഫീഡ്ബാക്കും കൂടി വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.